പോലീസിന് നേരെ ഭീഷണിയുമായി അർജുൻ ആയങ്കി. കോതമംഗലം CIയെ വെറുതെ വിടില്ല, കായികപരമായി നേരിടും, സമാധാനത്തോടെ പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ ഭീഷണി. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, അല്പസമയം മുമ്പ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നുള്ള കുട്ടൻ എന്ന ഗുണ്ടയുടെ അതിക്രമത്തെക്കുറിച്ചുള്ള വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതാ ഇവിടെ അർജുൻ ആയങ്കിയെ പോലെയുള്ള ആളുകളൊക്കെ പരസ്യമായി പറയുകയാണ് പോലീസിനെ കായികമായി നേരിടും എന്നത്. അങ്ങനെ പറയാൻ അവർക്ക് ധൈര്യമുണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു എന്നതാണ്. ഇവരെയൊക്കെ പോലീസ് സംവിധാനങ്ങൾ എങ്ങനെയാണോ നേരിടേണ്ടത് അങ്ങനെ തന്നെ നേരിടുക, അല്ല എങ്കിൽ പൊതുസമൂഹത്തിന് വലിയ ആപത്തായി മാറുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം നവമി? അഭിലാഷ്, നമുക്കറിയാം അർജുൻ ആയങ്കിയെ സ്വർണ്ണക്കൊള്ള കേസ് അടക്കമുള്ളവയിൽ പേരുള്ള ഒരു വ്യക്തിയാണ്. അപ്പം നിരവധി കൊട്ടേഷൻ സംഘത്തിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, കൊലപാതകം അടക്കമുള്ള കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ് അർജുൻ ആയങ്കി. കഴിഞ്ഞ ദിവസമാണ് അർജുൻ ആയങ്കിയെയും ഒപ്പം ഉണ്ടായിരുന്ന കുറച്ച് കൂട്ടുകാരെയും കോതമംഗലത്തിലെ ഒരു റിസോർട്ടിൽ വന്ന്, അതായത് ഒരു റീൽസ് ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് ഗുണ്ടകൾക്കൊപ്പം നിന്ന് അർജുൻ ആയങ്കി റീൽസ് ചിത്രീകരിച്ച് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും അതിനെ തുടർന്നാണ് പോലീസ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. അതൊരു കോതമംഗലത്തെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു അത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടായത്. ആ അറസ്റ്റിനെ തുടർന്ന് അർജുൻ ആയങ്കി ജയിലിൽ പോയിരുന്നു, പിന്നീട് റിമാൻഡിലാകുന്ന സാഹചര്യമായിരുന്നു. ആ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് അർജുൻ ആയങ്കി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കോതമംഗലം CI, അന്ന് അർജുൻ ആയങ്കി അറസ്റ്റ് ചെയ്തത് കോതമംഗലം CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ആ CIയെ ഭീഷണിപ്പെടുത്തിയും വെല്ലുവിളിച്ചുമാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അർജുൻ ആയങ്കി കുറിച്ചിരിക്കുന്നത്. അതിൽ ആദ്യമൊക്കെ പോലീസിനെയൊക്കെ വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും വളരെ മോശമായ ഭാഷയിലുമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. അതിന് തൊട്ടു പിന്നാലെ അർജുൻ ആയങ്കിക്കൊപ്പം അറസ്റ്റിലായ ആളുകളുടെ ഒരു വിവരം കൂടി പറയുന്നുണ്ട്. അത് വളരെ വൈകാരികമായുള്ള ഒരു കുറിപ്പാണ് അർജുൻ ആയങ്കി അതിൽ കുറിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് തനിക്കൊപ്പം ഉണ്ടായിരുന്നത് തന്നെ പരിചയമില്ലാത്ത ആ കല്യാണ വീട്ടിൽ വെച്ച് മാത്രം തന്നെ പരിചയമുള്ള ആളുകളെ പോലും അറസ്റ്റ് ചെയ്തു. അവരെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, തന്നോടൊപ്പം നിന്നതിനാണോ, തന്നോടൊപ്പം ഫോട്ടോ എടുത്തതിനാണോ അവരെയും അറസ്റ്റ് ചെയ്തത്? ഒപ്പം തനിക്കൊപ്പം ഉണ്ടായിരുന്നവർ, അതിൽ സുഖമില്ലാത്ത ഒരു യുവാവുണ്ടായിരുന്നു, ആ യുവാവിന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. അതുപോലും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അതുപോലും വകവയ്ക്കാതെ അവനെ എന്തടിസ്ഥാനത്തിലാണ് ഈ ജയിലിലേക്ക് അയച്ചത്? ഒപ്പം അവരെ കാത്തിരിക്കുന്ന കുടുംബത്തിന്റെ അവസ്ഥ, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഉള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അർജുൻ ആയങ്കി കുറിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗമെല്ലാം വളരെ വൈകാരികമായ അർജുൻ ആയങ്കിയുടെ സുഹൃത്തുക്കളുടെ ജീവിത സാഹചര്യം വിശദീകരിക്കുകയാണ്. അതിനുശേഷമാണ് പിന്നീട് ഈ ഇൻസ്പെക്ടറെ CIയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പ് കൂടി വരുന്നത്. പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ലെന്നും ജീവിതം താറുമാറാക്കിയ നിന്നോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നുമാണ് അർജുൻ ആയങ്കി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അനുഭവിച്ച ഈ നിയമവിരുദ്ധ അധികാര ദുർവിനിയോഗ പ്രതികാര നടപടി ഇനിയൊരാൾക്കും നേരിടേണ്ടി വരരുത്. നിന്റെ പോലുള്ള കാക്കിട്ട ചെന്നായ്ക്കളെ നിയമപരമായും പോലീസ് ബുദ്ധിയിൽ നിയമത്തിന്റെ കണ്ണിപൊട്ടിച്ച് രക്ഷപ്പെട്ടാൽ കായികപരമായും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. നീയും നിന്റെ ഡിപ്പാർട്ട്മെന്റും ഭരണ പാർട്ടിയുടെ ഒത്താശയോടെ ഇനിയും എന്നെ ദ്രോഹിക്കാമെന്നറിയാം. യുദ്ധപ്രഖ്യാപനം നീ അടങ്ങുന്ന സിസ്റ്റത്തിനെതിരെയല്ല, ഈ സിസ്റ്റത്തിലെ കൈക്കൂലിയും കൂട്ടിക്കൊടുപ്പും കൊട്ടേഷനും നടത്തി ചിരിച്ചുകൊണ്ട് നിരപരാധികളുടെ ജീവിതം നശിപ്പിക്കുന്ന പുഴുക്കുത്തുകളായ നിന്നെ പോലുള്ള ക്രിമിനലുകൾക്കെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും ഈ CIക്കും ഒപ്പം ഉണ്ടായിരുന്ന ചില ആളുകളെയും ഉദ്ദേശിച്ചാണ് ഈ കുറിപ്പ് അർജുൻ ആയങ്കി ഇട്ടതെന്ന് ഇതിൽ കൂടെ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിനെ ജീവിക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ പെൻഷൻ പറ്റി സുഖമായി ജീവിക്കാമെന്ന് എന്ന് കരുതണ്ട, ഇത് കൊട്ടേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ അയാളെ ദ്രോഹിക്കുമെന്ന് കൂടിയാണ് അർജുൻ ആയങ്കി ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. അഭിലാഷ്, ാണ് പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നത്, വെല്ലുവിളിക്കുന്നത് എന്നതാണ്. പല കേസുകളിലും പ്രതിയായിട്ടുള്ള ആളുകൾ ആണ് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കമുള്ള വെല്ലുവിളികൾ നടത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.